നിങ്ങൾ ഈ സംഗമം നടക്കുന്നിടത്ത് കുടുംബത്തിൽ വിടാത്ത ഒരാൾ ഞാൻ മാത്രമാണ്. ഞാൻ കുടുംബ അംഗമാണെന്ന് കരുതിക്കൊള്ളു. ബാലിച്ചേട്ടന്റെ ഈ കാലം എത്ര പെട്ടെന്ന് കടന്നു പോകുന്നെന്ന് ഞാൻ ഇട്ടിപ്പോ ആലോചിക്കായിരുന്നു. കാരണം ബാലിച്ചേട്ടന്റെ വിവാഹം കവർ ചെയ്ത പത്രപ്രവർത്തകനായിരുന്നു ഞാൻ. ഇപ്പോ അതിനേക്കാളും എനിക്ക് രസം എന്താണെന്ന് ചോദിച്ചാല് വെണ്ടനാലിന്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ആകെ ആൺപെണ്ണുള്ള ഒരു മകനേ ഉള്ളൂ. മകനെ പ്രസവിച്ചു എന്നുള്ള വാർത്ത അറിയുന്നത്. ഞാനൊരു ദിവസത്തെ അവധി വാങ്ങിയിട്ട് രാത്രി കേരളവധി പത്രം വിരിച്ച് ട്രെയിനിൽ കയറി തിരുവനന്തപുരത്തേക്ക് വന്നു. അന്നാണ് ഈ രാത്രിക്ക് ഇത്രയും ദൂരം ഉണ്ടെന്ന് മനസ്സിലായി. അന്ന് മെഡിക്കൽ കോളേജിൽ ചെന്ന് മകനെ കണ്ടിട്ട് തിരിച്ച് അവിടെ ചെന്നു. എന്റെ മകന്റെ പേര് ഭരചന്ദ്രൻ എന്നാണ്. ബാലിച്ചേട്ടന്റെ മകന്റെ പേരും ഭരത് എന്നാണ്. പറയണമെങ്കിൽ ഒരുപാട് പറയാം എനിക്ക്. കാരണം എന്റെ മകൻ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണോ എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു വേറെ ജോലിയില്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഷാനി പ്രഭാകരനെയൊക്കെ പോലെ നികേഷ് കുമാറിനെ പോലെ നല്ല ജേർണലിസം പഠിച്ചൊരു പത്രപ്രവർത്തകനാണ്. അപ്പൊ അവൻ പറഞ്ഞു രാത്രി അച്ഛനൊക്കെ വന്നിരുന്ന് ടി വിയിൽ ചീത്ത വിളിക്കുന്നത് കേൾക്കാൻ. ഞാൻ പറഞ്ഞു ജയകുമാർ IAS തുഞ്ചൻ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്നു. അച്ഛന്റെ പുസ്തകങ്ങൾ മാത്രം പഠിച്ചാൽ മതി, മലയാളത്തിൽ PhD എടുക്കാമെന്ന്. വേറെ ജോലി ചെയ്തൊക്കെ ആര് വായിക്കണേന്ന് ചോദിച്ചു. എന്തായാലും ബാലിച്ചേട്ടൻ ഭാഗ്യം ചെയ്തവനെന്ന് ഞാൻ പറയും. നല്ല എന്താ പറയാ ഒരു ദാമ്പത്യ ജീവിതം ഇവർക്ക് 2 കുട്ടികൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കല്യാണം വിളിച്ചു. ബാലിച്ചേട്ടൻ ചെയ്ത വേല എന്താണെന്ന് വെച്ചാൽ 2-3 മാസം മുമ്പ് എന്റെ ഫോണിൽ അയച്ചിട്ട് കല്യാണമാണോ നീ വരാതിരിക്കും. മകളുടെ കല്യാണത്തിന് ഞാൻ കൃത്യമായിട്ട് പങ്കെടുത്തതാണ്. ഞാൻ മറന്നുപോയി. ഇന്നലെ രാത്രി എന്നെ വിളിച്ചിട്ട് നീ എന്താ കല്യാണത്തിന് വരാത്തത്, ബാക്കി എല്ലാവരും വന്നു, നീ വന്നില്ല. ഞാൻ ചേട്ടാ എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണ്. നാളെ ഞങ്ങളുടെ ഒരു ഫാമിലി മാത്രമുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്, നിന്നെ മാത്രം ഞാൻ വിളിക്കുന്നു, നീ വരണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. വന്നില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായിപ്പോയെന്നെ. നല്ലൊരു കുടുംബജീവിതം 2 പേർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു. ഇനി ഞാൻ